സാന്ദ്രാനന്ദപയോതസൗഭഗതനും പീതാംബരം സുന്ദരം പാണൗ ബാണശരാസനം കടിലസത്തൂണീരഭാരം വരം രാജീവായതലോചനം ധൃതജടാജൂഢേന സംശോഭിതം സീതാലക്ഷ്മണ സംയുതം പഥിഗതം രാമാഭിരാമം ഭജേ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. രാമകഥാമൃതത്തിന്റെ 27ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണ സഹോദരനായ വിഭീഷണനാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് വാൽമീകിയുടെ വിഭീഷണൻ. രാവണന്റെ ഒടുവിലത്തെ അനുജനും സാത്വിക അഗ്രേസരനും വിഷ്ണുഭക്തനും ചിരഞ്ജീവികളിൽ ഒരാളായി ഭാരതം സങ്കൽപ്പിക്കപ്പെടുന്നവനുമായ വിഭീഷണൻ അവസര സേവകനെന്ന് അതിൻ്റെ അർത്ഥവും അനർത്ഥവും നല്ലപോലെ അനുഭവമുള്ളവരായിരിക്കുന്ന ആധുനിക നേതാക്കന്മാരിൽ പലരും വിഭീഷണനെ പഴിക്കാറുണ്ട്. രാജ്യദ്രോഹി, സ്വന്തം ജ്യേഷ്ഠനെ ചതിച്ചു കൊല്ലിച്ചവൻ, സ്വാർത്ഥൻ, മഹാഭീരു എന്ന് തുടങ്ങി പല അധിക്ഷേപ അസ്ത്രങ്ങളും വിഭീഷണന്റെ നേർക്ക് പ്രയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദശഗ്രീവ ആരാധകന്മാരായ രാവണായനന്മാർക്ക് വിഭീഷണൻ എന്ന ശബ്ദം പോലും കർണശൂലമാകുന്നു. മഹാത്മാവും മഹാകവിയുമായ വാൽമീകി ഇത്ര നീചനായ ഒരു കഥാപാത്രത്തെയാണോ വിഭീഷണനിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതും സമുചിതമായിരിക്കും. രാമായണത്തിലെ പല പ്രധാന ഭാഗങ്ങളും രാവണാദികളുടെ ചരിത്രാംശങ്ങളും ആ വിചിന്തനത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ ഇങ്ങനെ 3 പേരാണ് രാക്ഷസ സഹോദരന്മാർ. അവർക്കെല്ലാം സഹോദരി ശൂർപ്പണഖയും എന്നുള്ളത് തന്നെ വളരെ അർത്ഥഗർഭമായ ഒരു സംഗതിയാകുന്നു. സത്വം, രജസ്, തമസ് എന്നിങ്ങനെയുള്ള ത്രിഗുണങ്ങളുടെ മൂർത്തി രൂപങ്ങളാകുന്നു ആ രാക്ഷസ സഹോദരന്മാരെന്നും കാമവും ക്രോധവുമാണ് നരകത്തിലേക്കുള്ള വാതിലുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു രൂപമാണ് അവരുടെ പെങ്ങളെന്നും അവരുടെ ചരിത്രം സുസൂക്ഷ്മം പരിശോധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. വിഭീഷണൻ ശുദ്ധമായ സത്വഗുണത്തിൻ്റെയും കുംഭകർണൻ തികഞ്ഞ താമസ ഗുണത്തിൻ്റെയും എപ്പോഴും പ്രവർത്തനരതനും അന്തസ്സിലും അലങ്കാരത്തിലും ആസക്തനും പ്രതാപ ഐശ്വര്യങ്ങൾ തികഞ്ഞവനുമായ രാവണൻ പരിപൂർണമായ രാജസഗുണത്തിൻ്റെ മാതൃകകളാണെന്ന് അവരുടെ ഏതംശത്തെ കൊണ്ട് നിരൂപിച്ചാലും തെറ്റല്ല എന്ന് മനസ്സിലാകും. കാമം മുഴുത്ത് കാടുകയറി നടക്കുന്ന അവരുടെ സഹോദരിയേക്കാൾ കാമത്തിന് ഒരു മാതൃകയെ വേറെ കാണാവുന്നതല്ല. ആ ചാബല്യം സ്ത്രീകളിലാകുമ്പോഴാണ് അത് കൂടുതൽ ആഭാസവും ആപത്കരവുമെന്ന് കാട്ടാനാവണം രാവണന് ഇത്തരത്തിലൊരു സഹോദരിയെ കൂടി വാൽമീകി അവതരിപ്പിച്ചത്. എന്തായാലും എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ എൻ്റെ മനസ്സിലും ഒരു സംശയം ഉദിച്ചു. ഈ രാക്ഷസ വംശത്തിൽ ഇത്രയും സാത്വികനായ വിഭീഷണൻ എങ്ങനെ ജനിച്ചു? ഞാൻ പലരോടും ഈ സംശയം ചോദിച്ചു. പക്ഷെ എല്ലാവരും നൽകിയ ഉത്തരം അവരുടെ തപസ്സിനെ കുറിച്ചായിരുന്നു. ശ്രീരാമോദന്തം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: പുരാ വിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ ആസീതസ്യാനുജോ ചാസ്താം കുംഭകർണ വിഭീഷണൗ
തേതുത്തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേദസം വവ്രിരേ ച പരാനിഷ്ടാൻ അസ്മാദാശ്രിതവത്സലാത് രാവണോ മാനുഷാദന്യൈഃ അവധ്യത്വം തദാത്മന നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ വ്രണീത ച വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ സത്വഗുണാന്വിത. സത്വഗുണാന്വിതനായ വിഭീഷണൻ വിഷ്ണുഭക്തിയെ ചോദിച്ചു. ഇതാണ് സത്വഗുണവാനാവാൻ കാരണം എന്നാണ് പലരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ആ ഉത്തരത്തിൽ തൃപ്തനായിരുന്നില്ല. കാരണം അങ്ങനെ ചോദിക്കാൻ തോന്നിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഫ്ലാഷ് ബാക്ക് അത്യാവശ്യമാണ്. അങ്ങനെ എൻ്റെ അന്വേഷണം ചെന്ന് അവസാനിച്ചത് പുത്തേഴത്ത് രാമൻ മേനോന്റെ രാമായണ സബരിയ എന്ന പുസ്തകത്തിലാണ്. നമുക്കെന്തായാലും ആ രാക്ഷസന്മാരുടെ ചരിത്രത്തെ വാൽമീകിയുടെ വഴിക്ക് തന്നെ പരിശോധിക്കാം. പണ്ട് കൃതയുഗത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനായി പുലസ്ത്യൻ എന്നൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം തപസ്സിനായി മേരുപർവ്വതത്തിൽ തൃണബിന്ദു മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് താമസിച്ചു. അവിടെ അപ്സര സ്ത്രീകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. അത് ധ്യാനത്തിന് വിഘ്നം വരുത്തും എന്നതിനാൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന കന്യകമാരെല്ലാം ഗർഭവതികളായി പോകട്ടെ എന്നൊരു ശാപം ആ മഹർഷി കൽപ്പിച്ചു. എന്നാൽ ആ ശാപവിഷയം ഒന്നും അറിയാതെ തൃണബിന്ദു മഹർഷിയുടെ പുത്രി ആ സ്ഥലത്തു കൂടി പോകുകയും പെട്ടെന്ന് ഗർഭവതിയാകുകയും ചെയ്തു. വിവരം പിതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കാര്യം മനസ്സിലാക്കി പുലസ്ത്യനെ സമീപിച്ച് തൻ്റെ മകളെ സ്വീകരിച്ചനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. അതിലുണ്ടായ മകനാണ് വിശ്രവസ്. പിതാവിനെ പോലെ തപസ്വാധ്യായ നിരതനായ വിശ്രവസിന് ഭരദ്വാജ മഹർഷി തന്റെ സുന്ദരിയായ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തു. സൽമുഹൂർത്തത്തിൽ അവർക്കും ഒരു കുട്ടി ജനിച്ചു. സർവലക്ഷണ സമ്പന്നനായ ആ കുട്ടിക്ക് വൈശ്രവണൻ എന്ന് പേര് നൽകി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ലോകപാലകനാകാനുള്ള വരം നേടി പിതാവിന്റെ നിർദ്ദേശപ്രകാരം ലങ്കാനഗരിയിൽ ചെന്ന് ലങ്കാധിപനായി ലങ്കയെ പൂർവാധികം സമൃദ്ധവുമാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ വൈശ്രവണൻ ലങ്കാധിപനായി രാജ്യം വാണു. മുമ്പ് ലങ്കയിൽ വസിച്ചിരുന്ന രാക്ഷസന്മാർ വിഷ്ണുവിനെ പേടിച്ച് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓടിപ്പോയ രാക്ഷസ രാജവംശത്തിലെ ഒരംഗമായ സുമാലി എന്ന രാക്ഷസൻ അന്നൊരിക്കൽ കന്യകയായ തന്റെ പുത്രിയോടുകൂടി രസാതലം വിട്ട് മനുഷ്യലോകത്തിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ തറവാടായിരുന്ന ലങ്കയെ ഭരിച്ചിരുന്ന വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ കയറി വിഹരിക്കുന്നത് കാണാൻ ഇടയായി. പിന്നീട് സുമാലിയുടെ ചിന്ത മുഴുവൻ ലങ്ക എങ്ങനെ പിടിച്ചെടുക്കാമെന്നായിരുന്നു. ഇതിന്റെ തുടർച്ചയായി മകളോട് പറഞ്ഞു, നീ ചെന്ന് വിശ്രവസ് മഹർഷിയെ കണ്ട് വിവാഹ അഭ്യർത്ഥന നടത്തണം. അങ്ങനെ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് കൈകസി വിശ്രവസിന്റെ അടുത്ത് എത്തുകയും സമയവും സന്ദർഭവും നോക്കാതെ തന്നെ ഭാര്യയായി സ്വീകരിച്ച് സന്താനവതിയാക്കണമെന്ന് അപേക്ഷിച്ചു. കാര്യങ്ങളെല്ലാം ദിവ്യ ദൃഷ്ടിയാൽ മനസ്സിലാക്കിയ മഹർഷിയായ വിശ്രവസ് ഇപ്രകാരം പറഞ്ഞു: ഹന്ത കഷ്ടം തവ നിർബന്ധമീദൃശം ദാരുണമായോരു വേള ഇപ്പോളത് കാരണമുണ്ടാം പ്രജകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായേ വരൂ ഘോരമായോരു സന്ധ്യാവേള കാരണാൽ. ഇവിടെ ഉഗ്രവേളയിലാണ് പ്രാപിച്ചത് എന്നതുകൊണ്ട് നിനക്കുണ്ടായ പുത്രന്മാരും അതുപോലെ ഉഗ്രന്മാരായിരിക്കുമെന്ന് വിശ്രവസ് കൈകസിയോട് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ കൈകസി പറഞ്ഞു, തപോപരനായിട്ടുള്ള അങ്ങയിൽ നിന്നും എനിക്കുണ്ടാകുന്ന കുട്ടികൾ ഉഗ്രന്മാരും ഘോര രൂപികളും ദുഷ്ടന്മാരുമായി ഭവിക്കും എന്നുള്ളത് അങ്ങയുടെ കീർത്തിക്ക് പോരായ്മയുണ്ടാക്കും. ഇത്രയും കേട്ട വിശ്രവസ് വീണ്ടും പറഞ്ഞു, എന്തായാലും നിന്റെ ആഗ്രഹം പോലെ മൂന്നാമത്തെ പുത്രൻ സത്വഗുണ പ്രധാനിയായി തീരും. അങ്ങനെയാണ് വിഭീഷണൻ ഇത്രയും സാത്വികനായി തീർന്നതും
അതുപോലെ ബ്രഹ്മദേവന്റെ അടുത്ത് വന്നപ്പോൾ വിഷ്ണുഭക്തി പ്രാർത്ഥിക്കാൻ ഇടയായത്. രാവണാദികളുടെ ചരിത്രത്തിൽ പിന്നീട് വിഭീഷണന്റെ കഥ നമ്മൾ കേൾക്കുന്നേയില്ല. രാവണ കഥകളിൽ എങ്ങും പിന്നെ നാം വിഭീഷണനെ കാണുന്നില്ല. അദ്ദേഹം തപസ്വാധ്യായ നിരതനായി അങ്ങനെ ലങ്കയിൽ കഴിഞ്ഞുകൂടി. ജ്യേഷ്ഠന്റെ വിക്രിയങ്ങളിലൊന്നും ഒരു പങ്കും സന്തോഷവും കൂടാതെ, എന്നാൽ ജ്യേഷ്ഠനെ തടയാനോ തടുക്കുവാനോ ശക്തനല്ലാതെ മിക്കവാറും കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മട്ടിൽ ലങ്കയിലെ ഒരു കൊട്ടാരത്തിൽ അങ്ങനെ കഴിച്ചുകൂടി. രാവണന്റെ മന്ത്രശാല യോഗങ്ങളിലേക്ക് മറ്റുള്ളവരെ പോലെ വിഭീഷണനും ക്ഷണിക്കപ്പെടാറുണ്ട്. എന്നാൽ വളരെ അപൂർവമായും അത്യന്ത അപേക്ഷിതമായും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലല്ലാതെ വിഭീഷണൻ സ്വാഭിപ്രായം തുറന്നു പറയുക പതിവില്ല. വാൽമീകി രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിലെത്തുമ്പോൾ മാത്രമാണ് വിഭീഷണനെ നാം പ്രത്യക്ഷത്തിൽ കാണുന്നതും വിഭീഷണന്റെ സ്വഭാവ ഗുണം മുതലായവയെ കുറിച്ച് ധരിക്കുന്നതും. ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടവനായ ഹനുമാനെ ഇന്ദ്രജിത്ത് രാവണ സന്നിധിയിൽ ഹാജരാക്കിയ സമയം ആ രാജസദസ്സിൽ വിഭീഷണനും ഉണ്ടായിരുന്നു. ഹനുമാന്റെ ഉപദേശ പ്രസംഗം കേട്ട് കോപിച്ച രാവണൻ അവൻ ഉടനെ വധിക്കപ്പെടട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വിഭീഷണൻ അനുനയ വാക്കുകളെ കൊണ്ടും ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉദ്ധരിച്ചും ആ ക്രൂരകൃത്യത്തിൽ നിന്ന് രാവണനെ പിൻവലിച്ചതായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകർത്താവിനെ പോലെയാണ് വിഭീഷണനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ശ്രേഷ്ഠനായ വിഭീഷണനെ കുറിച്ചുള്ള ബാക്കി ചിന്തകൾ നമുക്ക് നാളെ കേൾക്കാം രാമ കഥാമൃതത്തിലൂടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.